നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഇന്നെടുക്കാൻ പോകുന്നത് PSC 2023 രണ്ടാമതായി നടത്തിയ LGS നിലവാരത്തിലുള്ള ഒരു ചോദ്യപേപ്പറാണ്. അപ്പോൾ ഈ LGS നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം തന്നെ നിങ്ങൾ കഴിവതും മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്തിട്ട് വേണം യൂണിവേഴ്സിറ്റി LGS പരീക്ഷയ്ക്ക് പോകാൻ. ഓക്കെ, അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഇനിയുള്ള ദിവസങ്ങളിൽ റിവിഷൻ പ്രോപ്പർ ആയിട്ട് നടത്തുക, പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. SCERTയിലെ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ്, പ്രത്യേകിച്ച് സയൻസ് ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് വീണ്ടും വീണ്ടും എടുത്ത് റിവൈസ് ചെയ്യുക. അതൊക്കെ തന്നെ നിങ്ങളുടെ നല്ലൊരു മാർക്കിലേക്ക് എത്തിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത്? G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് രാജ്യാന്തര വ്യാപാരത്തിന്റെ 75% ഉൽപാദനം എന്നതാണ്. അപ്പൊ ലക്ഷ്യങ്ങൾ: ആഗോള സാമ്പത്തിക വളർച്ച പുനഃസ്ഥാപിക്കുക, രാജ്യാന്തര സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക, രാജ്യാന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ നവീകരണം. അപ്പൊ ആഗോള സാമ്പത്തിക വളർച്ച പുനഃസ്ഥാപിക്കുക, രാജ്യാന്തര സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക, രാജ്യാന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ നവീകരണം എന്നിവ G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളാണ്. അടുത്തത് SCERT ഫാക്റ്റ് ആണ്. ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച് മുംബൈയിൽ തിരിച്ചെത്തിയത് എന്നാണ്? 2013 മാർച്ച് 31. 2013 മാർച്ച് 31 അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച് മുംബൈയിൽ തിരിച്ചെത്തിയത്. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. SCERT ഫാക്ട്: വൈകുണ്ഠ സ്വാമികളാണ് സമപന്തി ഭോജനം സംഘടിപ്പിച്ചത്. താഴെ പറയുന്നവയിൽ ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗങ്ങൾ ഏതെല്ലാം? ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗങ്ങൾ ബുഷ്മെൻ, ത്വാറക്ക് എന്നിവ ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗങ്ങളാണ്. അടുത്ത ചോദ്യം, ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തി ആര്? ബച്പൻ ബച്ചാവോ ആന്തോളൻ കൈലാഷ് സത്യാർത്ഥി. മീൻ വിറ്റ് പകരം നേടിയ നെൽക്കൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി. ഈ വരികൾ ഉൾക്കൊള്ളുന്ന സംഘകാല കൃതി തിരിച്ചറിയുക. ഏതാണ്? പുറനാനൂറാണ്. പുറനാനൂറ്. അടുത്ത ചോദ്യം, ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? മൂലധനം. 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് ലഭിച്ച കളിക്കാരൻ ആരാണ്? ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ലഭിച്ചത് കിലിയൻ എംബാപ്പയ്ക്കാണ്. കിലിയൻ എംബാപ്പെ 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ ഒരു ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. 2013 ഒടുവിൽ സൗരയൂഥത്തിലെത്തിയ വാൽനക്ഷത്രം. SCERT ഫാക്റ്റ് ആണ്. ഐസൺ എന്ന വാൽനക്ഷത്രം. മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല ഏതാണ്? SCERT ഫാക്ട്: പാർമയാണ് മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? ഇന്ത്യയുടെ മാനക രേഖാംശം 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ്. ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ. 23 ഡിഗ്രി 30 മിനിറ്റ് നോർത്ത്. ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര കോണീയ അളവാണ്? അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി 30 ഡിഗ്രി കോണീയ അളവാണ്. ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപം കരേവയാണ്. കൃഷി അധിഷ്ഠിത വ്യവസായം. ചുവടെ തന്നിരിക്കുന്നതിൽ കൃഷി അധിഷ്ഠിത വ്യവസായം പഞ്ചസാര വ്യവസായമാണ്. രാസവളം, IT, ഇരുമ്പുരുക്കൊന്നും കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾ അല്ല. ഇന്ത്യയിലെ ആദ്യ തുറമുഖ അധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം ഏത്? വിശാഖപട്ടണത്താണ് ഇന്ത്യയിലെ ആദ്യ തുറമുഖ അധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായത്.
ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഷിപ്കില. ഇമ്പോർട്ടൻ്റ് ആണ്. 10th സ്റ്റാൻഡേർഡ് ജോഗ്രഫി വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന ചാപ്റ്ററിൽ ചുരങ്ങൾ ഒരു 4-5 ചുരങ്ങളുണ്ട്. അത് തന്നെ PSC മാറ്റിയും തിരിച്ചും ചോദിക്കത്തുള്ളൂ. അപ്പൊ അതങ്ങ് പഠിച്ചു വെച്ചേക്കാം. ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഷിപ്കില. ഒരു പാരമ്പര്യ ഊർജ സ്രോതസ് കൽക്കരിയാണ്. കൽക്കരി. ഇന്ത്യയിൽ ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായ വസ്തുത ഏതാണ്? ശരിയായ വസ്തുത ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നു. ഈ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഏത് വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്? ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത് 1986. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? പണ്ഡിത രമാഭായിയാണ് ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത്. തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിനു വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹ സമരം ഏത്? അഹമ്മദാബാദ് സത്യാഗ്രഹമാണ്. അഹമ്മദാബാദ് തുണിമിൽ സമരമാണ് 1918. ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചിട്ടാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി തിരിച്ചു നൽകിയത് ആര്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? റാണി ഗായ്ഡില്യുവിനെയാണ് നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. ചൗരി ചൗര സംഭവം നടന്ന വർഷം? ചൗരി ചൗര സംഭവം നടന്നത് 1922 1922 1953 രൂപം കൊടുത്ത സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ചെയർമാൻ ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ഫസൽ അലി. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം? കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്. പൂർണ്ണ സ്വരാജ് 1929 ലാഹോർ സമ്മേളനം. അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. 1940 ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിനു വേണ്ടി ഗാന്ധിജി ആദ്യം തെരഞ്ഞെടുത്തത് ആരെ? ഗാന്ധിജി ആദ്യം തെരഞ്ഞെടുത്തത് വിനോബ ഭാവെയാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്ന ധീര വനിത ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസഫ് അലി. സമരനായകൻ ജയപ്രകാശ് നാരായണൻ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയിയെ പറ്റിയും ഒരു ഫുൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്. PSC ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളും ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളും വെച്ചിട്ട് ആ ക്ലാസ്സും കൂടി ഒന്ന് പോയി കണ്ടിരിക്കുക. 1924 ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി ആര്? CK ലക്ഷ്മണനാണ് 1924 ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി. കേരളത്തിന്റെ വിസ്തൃതി എത്രയാണ്? കേരളത്തിന്റെ വിസ്തൃതി 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തൃതി. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. കേരളത്തിൽ ഏറ്റവും അധികം വനമേഖലയുള്ള ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും അധികം വനമേഖലയുള്ളത് ഇടുക്കി. ശതമാനാടിസ്ഥാനത്തിലാണെങ്കിൽ വയനാട്. കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ ഏതെല്ലാം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു? വേമ്പനാട്ട് കായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ ജില്ലകളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണെന്ന് ചോദിച്ചാൽ ശാസ്താംകോട്ട കായലാണ്. കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്ര? ആനമുടിയുടെ ഉയരം 2695 മീറ്റർ. ഇടുക്കി ജില്ലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ആനമുടി തന്നെയാണ്. കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത്? 14 പട്ടികജാതി സംവരണം 14. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായത് ഏത് വർഷമാണ്? 2005 2005 കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായത്.
കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൺസൂൺ കാലം ഏത്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ്. അപ്പോൾ ഏതു മാസം? ജൂൺ മുതൽ സെപ്റ്റംബർ. കേരള നിയമസഭ കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ വർഷം ഏത്? കേരള പഞ്ചായത്തി രാജ് നിയമം 1994. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവിനെ കണ്ടെത്തുക. 1.25 കോടി മലയാളികൾ. EMS നമ്പൂതിരിപ്പാട്. കേരളം മലയാളികളുടെ മാതൃഭൂമി. EMS നമ്പൂതിരിപ്പാട്. ബെർലിൻ ഡയറി. EMS നമ്പൂതിരിപ്പാട്. ഓർക്കുക. 1921 അഖില കേരള അടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഒറ്റപ്പാലം. SCRTയിലുണ്ട്. 1921 അഖില കേരള അടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് ഒറ്റപ്പാലത്ത് വെച്ചാണ്. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. നവകേരള സൃഷ്ടിക്കായി 7th സ്റ്റാൻഡേർഡ് SCRT സോഷ്യൽ. വെണ്ണീജ ഭരണം വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികൾ. ഋതുമതി എന്ന നാടകത്തിന്റെ രചയിതാവ്. SCRT ആണ്. കേരളം ആധുനികതയിലേക്ക് എന്ന ചാപ്റ്റർ. 10th സ്റ്റാൻഡേർഡ് SCRT സോഷ്യൽ. ഋതുമതി എന്ന നാടകത്തിന്റെ രചയിതാവ് ആര്? പ്രേംജിയാണ്. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടുകൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം ഏതായിരുന്നു? മലയാളി മെമ്മോറിയൽ ആണ്. മലയാളി മെമ്മോറിയൽ. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്ത് നിന്നും കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാര്? നവകേരള സൃഷ്ടിക്കായി എന്ന ചാപ്റ്ററിലുണ്ട്. അപ്പോൾ ആ ചാപ്റ്ററിൽ നിന്ന് എല്ലാ സെന്റൻസും PSC എടുത്ത് ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് ഇതുവരെ. കുമാരഗുരുദേവനാണ് മാരംകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നുവരെ യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കേരളത്തിൽ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് എവിടെ വെച്ചാണ്? എഗെയിൻ SCRT ഫാക്ട്. പയ്യന്നൂർ. 1904 അധസ്ഥിതർക്ക് മാത്രമായി ഒരു വിദ്യാലയം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. SCRT നവകേരള സൃഷ്ടിക്കായി. അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. കയ്യൂർ സമരം നടന്ന വർഷം? കയ്യൂർ സമരം നടന്നത് 1941 മാർച്ച് മാസം 28-നാണ്. കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നടത്തിയതാരാ? പട്ടിണി ജാഥ AKG ആണ് നടത്തിയത്. കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് മൗലിക അവകാശങ്ങളിൽ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആര്? ഇന്ത്യയുടെ ത്രിവർണ പതാക ഒരു അന്താരാഷ്ട്ര വേദിയിൽ ആദ്യമായി ഉയർത്തിയത് വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന മാഡം ഭിക്കാജി കാമയാണ്. മാഡം ഭിക്കാജി കാമ. സ്റ്റുട്ട്ഗർട്ടിലാണ് ഉയർത്തിയത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ്. ഇന്ത്യൻ പൗരന്റെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. പൗര അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. പൊതുമുതൽ സംരക്ഷിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുക, സാംസ്കാരിക പൈതൃകങ്ങൾ സംരക്ഷിക്കുക, ഇവയൊക്കെ മൗലിക കടമകളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര്? ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നെടുത്തതാണ്? വന്ദേ മാതരം ആനന്ദമഠം. ബങ്കിം ചന്ദ്ര ചാറ്റർജി. മൗലിക അവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ഏത്? 16-ാം വകുപ്പാണ്. 16-ാം വകുപ്പ്. അശോക സ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത് എന്നാണ്? അശോക സ്തംഭം 1950 ജനുവരി 26-നാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അശോക സ്തംഭം അംഗീകരിച്ചത്. 1950 ജനുവരി 26. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? ജനഗണമന ബംഗാളി ഭാഷയിലാണ് രചിക്കപ്പെട്ടത്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ കണ്ടെത്തുക. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ: അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടു. സാംസ്കാരികവും
വിദ്യാഭ്യാസപരമായ അവകാശം മൗലിക അവകാശമാണ്. അത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ന്യായവാദാർഹം അല്ല എന്നാണ് കൊടുത്തിരിക്കുന്നത്. ന്യായവാദാർഹം ആണ്. ഭാഗം 4-ലല്ല, ഭാഗം 3-ലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല്. SCERT തന്നെയാണ് സയൻസ് എല്ലാം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ SCERTയിലെ സെലക്ടഡ് ചാപ്റ്റേഴ്സ് റിപ്പീറ്റ് ആയിട്ട് നിങ്ങളൊന്ന് റിവിഷൻ അടിച്ചോളാം. പിന്നെ സയൻസിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റി LGSന്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലാണ് കോമ്പല്ലാണ്. ശരീരത്തിലെ പ്രധാന വിസർജന അവയവം ഏതാ? വൃക്കയാണ്. വൃക്ക. അസ്കോർബിക് അമ്ലം എന്നറിയപ്പെടുന്ന ജീവകം. അമ്ലം എന്നാൽ ആസിഡ് ആണ്. അസ്കോർബിക് ആസിഡ് ജീവകം C ആണ്. ജീവകം C. കേരളത്തിലെ നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏത്? കേരളത്തിലെ നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവർക്ക് വേണ്ടി ഉഷസ്. തൊണ്ടമുള്ളിന് അതായത് ഡിഫ്തീരിയയ്ക്ക് കാരണമായ രോഗാണു ആണ് ബാക്ടീരിയ. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം പച്ചമുളക് ഏതാണ്? സങ്കര ഇനം പച്ചമുളക് ഉജ്ജ്വല. അപ്പൊ നിങ്ങൾ സയൻസിൽ മെയിനായിട്ട് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ 7th സ്റ്റാൻഡേർഡ് ബേസിക് സയൻസ് ചാപ്റ്റർ 1 മണ്ണിൽ പൊന്നു വിളയിക്കാം. ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ചാപ്റ്റർ മസ്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചോളൂ. അതിൽ നിന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഈ പച്ചമുളക്, സങ്കര ഇനം വിത്തിനങ്ങൾ, അതുപോലെ ഗവേഷണ സ്ഥാപനങ്ങൾ. ഇത് രണ്ടും ഇല്ലാത്ത ചോദ്യപേപ്പർ ഇല്ല. അത് മസ്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചോളൂ. എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുന്നേ വരെ നിങ്ങളടുത്ത് റിവൈസ് ചെയ്യേണ്ട ഒരു ഭാഗമാണ്. ചണച്ചെടിയുടെ ഏത് ഭാഗത്ത് നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്? ഇത് 10th സ്റ്റാൻഡേർഡ് SCERT സോഷ്യൽ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന പോർഷനിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. തണ്ടിൽ നിന്നാണ്. തണ്ട്. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏത്? കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം കോന്നി. ഏറ്റവും വലുത് റാന്നി. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് മേധാ പട്കർ ആണ്. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മേധാ പട്കർ. ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാതകം ഏത്? ഏറ്റവും പ്രധാനപ്പെട്ടത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത് അമോണിയം ക്ലോറൈഡ്. മനുഷ്യ ശരീരത്തിൽ ആഹാരം ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാകുന്നത്? ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ്? ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാകുന്നത്. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണിക ഏത്? തന്മാത്രയാണ്. തന്മാത്ര. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത് കാൽഷ്യം കാർബണേറ്റ് ആണ്. ചുവടെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ധാന്യകത്തിലും മാംസ്യത്തിലും പൊതുവായി അടങ്ങിയിട്ടുള്ളത് ഏതെല്ലാം? ധാന്യകം കാർബോഹൈഡ്രേറ്റ്, മാംസ്യം പ്രോട്ടീൻ. ഇവയിൽ രണ്ടിലും പൊതുവായി അടങ്ങിയിട്ടുള്ളത് ഹൈഡ്രജനും ഉണ്ട്, കാർബണും ഉണ്ട്. 1ഉം 2ഉം ശരിയാണ്. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം. പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്നത് മഞ്ഞ. പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാ? പച്ച, നീല, ചുവപ്പ്. പനിച്ചു എന്നോർത്താൽ മതി. താഴെ തന്നിരിക്കുന്നവയിലെ സമ്പർക്ക ബലം, കോണ്ടാക്ട് ഫോഴ്സ്. സമ്പർക്ക ബലമൊക്കെ SCERT ഫാക്റ്റ് ആണ്. സമ്പർക്ക ബലം ഘർഷണ ബലമാണ്. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാ? സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് ബുധൻ, മെർക്കുറിയാണ്. മാധ്യമത്തിന്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏത്? വികിരണമാണ്. ഡാഷ് വസ്തുവിന്റെ ഭാരം 0 ആയിരിക്കും. ഭൂമിയുടെ കേന്ദ്ര ഭാഗത്ത് വസ്തുവിന്റെ ഭാരം എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇത്രയാണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ച 80 GK സയൻസ് ചോദ്യങ്ങൾ. അപ്പൊ കറണ്ട് അഫയേഴ്സിൽ നിന്ന് ഏകദേശം 1-2 ചോദ്യങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ ബാക്കി എല്ലാം ഇവര് പ്രിഫറൻസ് കൊടുത്തത് GKക്കും സയൻസിനും തന്നെയാണ്. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തുടർന്നുള്ള വീഡിയോസിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി LGSന് വേണ്ട സഹായങ്ങളൊക്കെ എൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്തുതരാൻ കഴിയുന്നിടത്തോളം ഞാൻ ചെയ്തു തരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.